വർഗീയ പരാമർശവുമായി മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ബാബറി മസ്ജിദ് തകർത്തതിനെ ന്യായീകരിച്ചു. ഗ്യാൻവാബി അടഞ്ഞ അധ്യായമല്ലെന്ന് ചന്ദ്രചൂഡ് പറയുന്നു. വിവരങ്ങളും വിശദാംശങ്ങളുമായി സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, എന്തൊക്കെയാണ് DY ചന്ദ്രചൂഡ് പറഞ്ഞത്? അജിംഷാദ്, ഈ അയോധ്യ വിധിയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു വർഗീയ പരാമർശം അല്ലെങ്കിൽ ഒരു വിവാദ പരാമർശമാണ് മുൻ ചീഫ് ജസ്റ്റിസ് കൂടിയായിട്ടുള്ള DY ചന്ദ്രചൂഡ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഒരു മാധ്യമത്തിന് നൽകിയിട്ടുള്ള ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു പോകുന്നത് ബാബറി മസ്ജിദിന്റെ നിർമ്മാണം തന്നെ ഒരു അവഹേളനമായിരുന്നു. അതായത് ബാബറി മസ്ജിദ് നിർമ്മിക്കുന്നതിന് മുന്നേ തന്നെ അവിടെ ക്ഷേത്രം നിലനിൽപ്പുണ്ടായിരുന്നു എന്നുള്ള ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അത് തകർത്തുകൊണ്ടാണ് ബാബറി നിർമ്മിച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിന് പുരാവസ്തുപരമായിട്ടുള്ള അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച തെളിവുകളൊക്കെയും ഉണ്ട് എന്ന് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഈ മുതിർന്ന മാധ്യമപ്രവർത്തകനായിട്ടുള്ള ശ്രീനിവാസൻ ജെയിനുമായി നടത്തിയിട്ടുള്ള ഒരു അഭിമുഖത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട വിധി പുറപ്പെടുവിക്കുന്ന ബെഞ്ചിൽ ഈ DY ചന്ദ്രചൂഡ് ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പുറപ്പെടുവിച്ച വിധി പ്രകാരം ഇതിന് തെളിവുകളില്ല, ക്ഷേത്രം പൊളിച്ചാണ് ബാബറി മസ്ജിദ് നിർമ്മിച്ചത് എന്ന വാദത്തിന് ഒരു തരത്തിലുള്ള തെളിവുമില്ല എന്നാണ് അന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ ബെഞ്ചിലെ ഉണ്ടായിരുന്ന ഭരണഘടനാ ബെഞ്ചിൽ ഉണ്ടായിരുന്ന ആളാണ് DY ചന്ദ്രചൂഡ്. 2019 ഈ അയോധ്യ കേസുമായി ബന്ധപ്പെട്ട വിധി വരുന്നത്. അന്ന് രഞ്ജൻ ഗഗോയിയാണ് ഇതിന്റെ അധ്യക്ഷനായിരുന്നത്. അന്ന് ഈ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്: ബാബറി മസ്ജിദ് പണിതത് ക്ഷേത്രം പൊളിച്ചാണെന്ന് തെളിവില്ലെന്ന് അന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. ഇത് അടിസ്ഥാനപരമായി തന്നെ ബാബറി മസ്ജിദ് ഒരു അവഹേളനമായിരുന്നു, അല്ലെങ്കിൽ അടിസ്ഥാനപരമായി അവഹേളനമായി കൊണ്ടുവന്നൊരു നിർമ്മിതിയാണ് ബാബറി മസ്ജിദ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഈ ഇന്റർവ്യൂവിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ പരാമർശം ഏത് തരത്തിൽ നോക്കിയാലും ഏത് കോണുകളിൽ നിന്ന് നോക്കിയാലും വിവാദമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. അതോടൊപ്പം ഇതിനോടനുബന്ധിച്ച് അദ്ദേഹം ഗ്യാൻവാബിയെ കൂടി പരാമർശിച്ചുകൊണ്ടാണ് ഈ വിഷയം പറഞ്ഞു പോകുന്നത്. ഉത്തർപ്രദേശിലെ ഗ്യാൻവാബി പള്ളിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കേസ് അത് അടഞ്ഞ അധ്യായമല്ല എന്നുള്ളത് പറയുന്നുണ്ട്. അവിടെ നേരത്തെ തന്നെ ആരാധന നടത്തിയിട്ടുണ്ട്, ഹിന്ദുക്കൾ ഇതുമായി ബന്ധപ്പെട്ട ആരാധന നടത്തിയിട്ടുണ്ട്. അപ്പോൾ അഭിമുഖം നടത്തിയിട്ടുള്ള മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് പിന്നീട് ഇതിനൊരു സർവേക്ക് വേണ്ടി ഉത്തരവിട്ടത് എന്നുള്ള ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്ന ഘട്ടത്തിലാണ് പറയുന്നത് ഗ്യാൻവാബിയും ഒരു അടഞ്ഞ അധ്യായം അല്ല എന്നുള്ളത്. തീർച്ചയായും വർഗീയ പരാമർശങ്ങളും ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിക്കെതിരെയും അല്ലെങ്കിൽ വിധിയിലെ വിവരങ്ങൾക്ക് എതിരായ വസ്തുതകൾക്കെതിരായ വിവരങ്ങൾ നിരത്തിയും വർഗീയ പരാമർശങ്ങളുമായി മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് സ്വാതി സന്തോഷ് നൽകിയത്.